100 വട്ടമെങ്കിലും ഞാൻ ഈ ചൊല്ലിയ ദിക്ർ നിങ്ങൾ ചൊല്ലണം. ഇത് എന്റെ വകയുണ്ടാക്കിയ ദിക്റല്ല, മുത്തുനേതാവ് പഠിപ്പിച്ച ഹദീസിലുള്ളതാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണയെങ്കിലും ഓരോ ദിവസവും ചൊല്ലണേ. അതുകൊണ്ടും തീർന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നിങ്ങൾ 10 തവണ ചൊല്ലണേ. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഇതേപോലെ 10 തവണ ചൊല്ലണേ. അതുപോലെ തന്നെ പ്രഭാതത്തിലും അതുപോലെ വൈകുന്നേരവുമൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എണ്ണവും കണക്കുമില്ലാതെ കഴിയുന്നത്ര അധികരിപ്പിക്കണേ. കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും അധികരിപ്പിക്കൂ. ഒരു തവണ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അതിന് നമുക്ക് 10 പ്രതിഫലമാണ് തരുന്നത്. മുസ്തഫക്ക് പേരിൽ നമ്മൾ സ്വലാത്തിനെ ചൊല്ലിയാൽ 10 തവണയാണ് നമുക്ക് കൂലി കിട്ടുന്നത്. അതുകൊണ്ട് കഴിയുന്നത്ര ദിക്റുകൾ അധികരിപ്പിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിക്റുണ്ട്. എങ്ങനെയെങ്കിലും നേരം കുറെ ആയല്ലോ, സമയം കുറെ പോയല്ലോ എന്നൊന്നുമല്ല മുസ്ലിം അവന്റെ പ്രഭാതത്തിൽ തുടക്കത്തിൽ പറയേണ്ടത്. ഉറക്കത്തിൽ നിന്നങ്ങ് എഴുന്നേൽക്കുമ്പോ ഒരു വസിയത്തൊന്നോണം എന്നോടും എൻ്റെ സർവ്വ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. രാവിലെ അങ്ങ് എഴുന്നേൽക്കുമ്പോ പറയണേ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. ആ ദിക്ർ ചൊല്ലിക്കൊണ്ടല്ലാതെ എഴുന്നേൽക്കരുത്. അവിടെ മുതൽക്ക് പിന്നെ എവിടെയൊക്കെ ദിക്റുണ്ട്. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്റുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ദിക്റുണ്ട്, ചായ കുടിക്കുമ്പോൾ ദിക്റുണ്ട്, അത് കഴിഞ്ഞാൽ ദിക്റുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ദുആയുണ്ട്, വീട്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ദിക്റുണ്ട്, വാഹനത്തിൽ കയറി യാത്രയാകുമ്പോൾ ദിക്റുണ്ട്, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്റുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ദുആയുണ്ട്, നിസ്കാരത്തിന്റെ അകത്ത് ദിക്ർ ദുആകളുണ്ട്, പുറത്ത് ദിക്ർ ദുആകളുണ്ട്, വുളൂഇന്റെ മുമ്പായിട്ടുണ്ട്, വുളൂഇന്റെ ശേഷമായിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം ഘട്ടങ്ങളിലുണ്ട്. ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഒന്നും മുടക്കാതെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് നിങ്ങളതൊക്കെ പഠിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണേ. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണേ. ഇസ്ലാമിന്റെ കൽപ്പനയാണ്, അള്ളാന്റെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ആയിരക്കണക്കിന് ദിക്റുകളും ദുആകളും ഇസ്ലാം പഠിപ്പിച്ചു തന്നത് തന്നെയുണ്ട്. ആ ദിക്റുകളും ദുആകളും ഒക്കെ അതാ രാത്രി കിടക്കാൻ നേരത്തും നമുക്ക് പാലിക്കേണ്ടതുണ്ട്. രാത്രി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്? നീ ഉളുവെടുക്ക്, സമ്പൂർണ്ണമായി നിസ്കാരത്തിന് ഉളു ചെയ്യും പോലെ ഉളുവെടുക്ക്. മുസ്ലിം ഉറങ്ങാൻ പോകുമ്പോൾ ഒരുങ്ങണം, മുസ്ലിം ഉറങ്ങാൻ പോകുമ്പോൾ ഒരുങ്ങണം, ഉളുവെടുക്കണം. ഉളുവെടുത്ത് ശുദ്ധിയായിട്ട് വേണം അവൻ ബെഡ്റൂമിലെത്താൻ. കിടത്തം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞായിരിക്കണം. വലത്തെ കൈപ്പത്തിയിൽ, വലത്തെ മുഖത്തിന്റെ കവിൾ ഭാഗം വലത് കൈപ്പത്തിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതാ ഒരുപാട് ദിക്റുകൾ ഉരുവിടാനുണ്ട്, പല ദുആകൾ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ആയത്തുകൾ നമുക്ക് ഓതാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുൽ കുർസി ഓതാൻ മറക്കരുത്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഉൾപ്പെടുന്ന ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന 2 ആയത്തുകൾ മറക്കരുത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ മറക്കരുത്. ഖുൽ ഹുവല്ലാഹു അഹദ് മറക്കരുത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മറക്കരുത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മറക്കരുത്. ആ 3 സൂറത്തും ഓതുകയും കൈകളിൽ ഊതുകയും ആ കൈ കൊണ്ട് തലയിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കയ്യെത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ തടവണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തുകാരുടെ ദിക്റാണ്, സുന്നത്ത് ജമാഅത്തുകാരന്റെ സംസ്കാരമാണ്. അങ്ങനെ അവസാനം നമ്മൾ പറയുമ്പോ ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നും പറഞ്ഞ് അവസാനം അതും പറഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ആ രാത്രിയിലെങ്ങാനും ഓ സഹോദരാ സഹോദരി, നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോയെങ്കിൽ ശുദ്ധമായ മരണം തന്നെ, ബറക്കത്തുള്ള മരണം തന്നെ. അതിനു വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. അതൊരിക്കലും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേ
അവസരത്തിൽ ഇത്തരത്തിലുള്ള ചില കള്ളദിക്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലാ കണ്ണ ഇല്ലല്ലാ മുസ്ലിമിന്റെ ദിക്റല്ല. അത് ഇവിടെ നിന്ന് അടിച്ചതാണെങ്കിലും എവിടെ നിന്ന് അടിച്ചതാണെങ്കിലും മുസ്ലിമിന് അതിന്റെ സ്ഥാനം ചവറ്റുകൊട്ട തന്നെ. ഇസ്ലാമിൽ അതിന് വകുപ്പില്ല. വേറെ ചിലർ പലതും ഉണ്ടാക്കി. അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരെ കൊണ്ട് ചൊല്ലിക്കുകയാണ്. ഹാ ഹീ ഹൂ എന്ന് ചൊല്ലിക്കുന്നു. റാത്തീബുകളിലതാ ലാ ലാ എന്നൊരു ദിക്ർ, അല്ലാ അല്ലാ എന്നൊരു ദിക്ർ, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഇല്ല എന്നൊരു ദിക്ർ, പിന്നെ ആഹ് ആഹ് എന്ന് അലറുന്ന ദിക്ർ. ഇങ്ങനെ പല രൂപത്തിലുള്ള ദിക്റുകളും. ഓ സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്നവരെ, ഏത് സുന്നത്തിലാണ് ഈ ദിക്റുള്ളത്? ഏത് സഹാബത്താണ്, ഏത് ജമാഅത്താണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇങ്ങനെ ഇസ്ലാമിലില്ലാത്തതൊക്കെ കടത്തിക്കൂട്ടിയിട്ട് അതൊക്കെയാണ് ഇസ്ലാം എന്ന് പറയുമ്പോ അത് അംഗീകരിക്കാൻ വിഷമമുണ്ട് കേട്ടോ. അത് ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമ്പോ അത് ജനങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമാണല്ലേ. അതുകൊണ്ട് കേട്ടുകൂടെയല്ലേ. കൊല്ലാൻ വകുപ്പുണ്ട് പോലും, ഷഹീദിന്റെ കൂലിയാണ് പോലും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് വകുപ്പില്ലാഞ്ഞിട്ടാണ് പോലും. ഓ പ്രിയപ്പെട്ട സഹോദരാ, ഈ സത്യം പറഞ്ഞതിനാണോ, ഈ ആദർശം പറഞ്ഞതിനാണോ ഇസ്ലാം എന്ന് പറയുന്നത്? സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചില്ലേ? ഈ കാര്യങ്ങളിൽ എവിടെയാണ് പന്തികേടുള്ളത്? തെളിവുകളും പ്രമാണങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയല്ല നടത്തേണ്ടത്. മറുപടി പറയുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടത്. അതല്ലാതെ വേറെ പലതല്ല പറയേണ്ടത്. ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ജനങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അവര് കാര്യങ്ങൾ വിലയിരുത്തട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് അത് എരുതിയിൽ വളർന്ന പ്രസ്ഥാനമാണ്. അതേതെങ്കിലും ഒരു മെഴുകുതിരിവട്ടം കാണുമ്പോഴേക്ക് ഭയന്നോടുന്ന പ്രസ്ഥാനമല്ല. ജീവൻ ശരീരത്തിലുള്ള ഇടത്തോളം കാലം ഈ സത്യം, ഈ പ്രവർത്തകന്മാര്, ഈ എളിയവരായ ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ തുടരും. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുമ്പോ ആ ആദർശത്തിനെതിരായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സുന്നത്ത് ജമാഅത്താവുകയില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയോ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ഒരു അതേ അവസ്ഥയിൽ തന്നെയുള്ളവർ ആരോപണം പറയാറുണ്ട്. എന്താ? ഇവർ കറാമത്തുകളെ തള്ളുകയാണ്, ഇവർ കറാമത്തുകളെ തള്ളി പറയുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെന്ത് കറാമത്തുകളെയാണ്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കറാമത്തുകളുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള കറാമത്തുകളുണ്ട്. ആ കറാമത്തുകളെ ആരാ തള്ളിയത്? അതേ അവസരത്തിൽ ചില കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഇസ്ലാമികമല്ല എന്ന് ഞങ്ങൾ തുറന്നു പറയുമ്പോ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നു അതാ കറാമത്ത് നിഷേധികളെന്ന്. ഇതെങ്ങനെ നീതിയാവും? ഇതെങ്ങനെ നീതിയാവും? ഇല്ലാത്തവർ സംഗതി ഇല്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഉള്ളതല്ലേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ മരണപ്പെട്ടപ്പോ ഭാര്യ വന്ന് പരാതി പറഞ്ഞപ്പോ, എന്റെ മുരീദിന്റെ റൂഹന്നിൽ തരേണം എന്ന് മാലക്കുൽ മൗത്ത് കേട്ടോവരി. എന്റെ മുരീദിന്റെ റൂഹിന് തരണം എന്ന് മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെടുകയാണ്. മലക്കുൽ മൗത്തിനോട് ആവശ്യപ്പെടുകയാണ്. റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴേ ഇതൊക്കെ മാലപ്പാട്ടില്ലേ? പുതിയ മുഹയ്യിദ്ദീൻ മാലയിലില്ലേ? പുതിയ മുഹയ്യിദ്ദീൻ മാലക്ക് സനത് വേണമെന്നാ പറയുന്നത്. സനതൊക്കെ ഇഷ്ടം പോലെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ അവസാനം എന്ത് ചെയ്യുന്നു എന്നാ പറയുന്നത്? അതാ റൂഹിന്റെ കൊട്ടയുമായി പോകുന്ന മലക്കിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട ഇങ്ങ് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ടോ നവിൽ കേട്ട് കയ്യിൽ അമരർ പീഡിത്തുള്ള സംബീലൈ വേഗം പീഡിത്ത് പറന്നോവർ. അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവരി. തുറന്നിട്ടതിനുള്ളിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവരി. മലക്കിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട വാങ്ങിയിട്ട് ഒരൊറ്റ തട്ടാണ്.
ആ തട്ടങ്ങ് തട്ടിയപ്പോ അന്ന് പിടിച്ചുള്ള റൂഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ, ആ കൊട്ടയിൽ അന്ന് പിടിച്ച റൂഹുകളൊക്കെയുണ്ട്. അതൊക്കെ അങ്ങ് താഴോട്ട് വരുന്നു. അന്ന് മരിച്ചവർക്കൊക്കെ ജീവൻ കിട്ടുന്നു. മലക്കുൽ മൗത്തിന്റെ സർവീസിനിടക്ക് ആദ്യത്തെ അനുഭവമാണിത്. അള്ളാന്റെ അടുത്ത് പോയിട്ട് പരാതി പറയുന്നു. അള്ളാഹ് ശൈഖവറുകളോട് പറയുകയാണ്, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എന്റെ ഗൗസല്ലേ, പൂതി പോൽ ഞാനോരിൽ കൊടുപ്പ